നമസ്കാരം, ഞാൻ ബിജു. എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഒരുപാട് വാട്ടർ പ്രൂഫിംഗ് കോൺട്രാക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്തതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, പല ആളുകൾക്കും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവർക്കൊന്നും പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം ഇല്ല എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തുകൊണ്ടാണ് ഈ ഒരു വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം ഇല്ലാത്തത്, ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഇങ്ങനൊരു വിഷയത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇങ്ങനൊരു വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം പലരുടെ കയ്യിൽ ഇല്ലാത്തതിനുള്ള പ്രധാന കാരണം പല കോൺട്രാക്ടേഴ്സും പല കമ്പനികളുടെ മെറ്റീരിയൽ മാറി മാറി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ കമ്പനികളും വരുമ്പോൾ അവരുടേതായ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക, ഒരു കമ്പനിയിലും ഉറച്ചു നിൽക്കാതെ പല കമ്പനികൾ മാറി മാറി ഉപയോഗിക്കുക, പല രീതിയിലുള്ള വാട്ടർ പ്രൂഫിംഗ് ചെയ്യുക. ഇങ്ങനൊരു കാര്യമാണ് എനിക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇതൊരു പ്രധാന കാരണമാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് വർഷങ്ങൾ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ഒരു പ്രൊഡക്റ്റിലും നമുക്ക് ഒരു പ്രൊഫഷണലായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന പല കമ്പനികളും 1-2 വർഷം കഴിയുമ്പോൾ മെറ്റീരിയലുകൾ മാറ്റി കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പുതിയ പ്രൊഡക്റ്റുകൾ കൊണ്ടുവരും, ആ പ്രൊഡക്റ്റ് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പുതിയ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. അങ്ങനെ പുതിയ പ്രൊഡക്റ്റുകൾ മാറ്റി കൊണ്ടുവരുന്നതും കോൺട്രാക്ടേഴ്സിന് വലിയൊരു പ്രശ്നമാണ്. അങ്ങനെ വരുമ്പോൾ അവർക്കതിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി 1-2 വർഷത്തിനുള്ളിൽ മനസ്സിലായി വരുമ്പോഴത്തേക്ക് അടുത്തൊരു പ്രൊഡക്റ്റിലോട്ട് കയറുകയാണ്. പിന്നെ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് അതിനെ എങ്ങനെ ഉപയോഗിക്കണം, അത് മിക്സ് ചെയ്യുന്ന രീതികൾ, അതെങ്ങനെ ഉപയോഗിക്കണം, ഇതെല്ലാം നമ്മൾ പ്രാക്ടിക്കലി മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് അടുത്ത പ്രൊഡക്റ്റിലോട്ട് കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് കോൺട്രാക്ടേഴ്സിനെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്നും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒരു കോൺക്രീറ്റിലുള്ളത്, അത് ഏതൊക്കെ രീതിയിൽ ചെയ്താൽ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എന്ന് നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതിനുശേഷം നമ്മൾ അതിന് വേണ്ട ഏതൊക്കെ ടൈപ്പ് കോട്ടിങ്ങൾ വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. അങ്ങനെ നമ്മളൊരു കോട്ടിങ് ഒരു രീതി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു സിസ്റ്റം നമ്മൾ കോൺക്രീറ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓരോ വർഷത്തെയും പ്രശ്നങ്ങൾ നമ്മൾ സ്റ്റഡി ചെയ്യുക. ഒരു വർഷം കഴിയുമ്പോൾ എന്തൊക്കെ പ്രശ്നം വരുന്നു, അത് ഏത് രീതിയിൽ പരിഹരിക്കാൻ സാധിക്കുന്നു, അതേപോലെ 2, 3, 4, 5 വർഷങ്ങളിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുക. ആ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും, അത് പിന്നീട് വരാതിരിക്കാൻ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്താൽ അത് പിന്നീട് വരാതിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ സ്റ്റഡി ചെയ്ത് അതിനൊരു ഫൈനൽ ഔട്ടായിരിക്കും ഒരു വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മളൊരു വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഒരു കസ്റ്റമറിന് നമുക്ക് കോൺഫിഡൻസ് ആയിട്ടുള്ളൊരു വാട്ടർ പ്രൂഫിംഗ് സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ രീതിയിലുള്ളൊരു പ്രൊഫഷണൽ വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം നിങ്ങൾക്കും ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ട കൺസൾട്ടിങ് കൊടുക്കുന്നൊരു സ്ഥാപനമാണ് എബനേസർ വാട്ടർ പ്രൂഫിംഗ്. വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ വാട്ടർ പ്രൂഫിംഗ് കൺസൾട്ടിങ് ആവശ്യങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. Thanks for watching my video. This is Biju, Ebenezer Waterproofing.